ഹായ് ഫ്രണ്ട്സ്, ക്ലാസിക് കേരള പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പി എസ് സി മാത്തമാറ്റിക്സ് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഓപ്ഷൻ നോക്കിയും അല്ലാതെ നമുക്ക് ഏറ്റവും വേഗത്തിൽ പി എസ് സിയിൽ മാത്സിലെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സീരീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം നമ്മൾ ഇതുവരെ 4 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. ആ 4 വീഡിയോസിൽ ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. അവിടെ പറഞ്ഞ കാര്യമാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഉത്തരം പറഞ്ഞു പോകും. അപ്പോൾ ഉറപ്പായിട്ടും ആ വീഡിയോസ് കണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു നല്ല നിലവാരമുള്ള ചോദ്യപേപ്പറാണ് കേട്ടോ. 10ാം ക്ലാസ് നിലവാരത്തിൽ ആവർത്തിക്കാൻ പറ്റിയൊരു ചോദ്യപേപ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര സംഖ്യാശ്രേണിയുടെ അടുത്ത പദം എഴുതുക. ഓക്കെ, അപ്പോൾ റൂട്ടുള്ള നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പേടിക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അത് വേണ്ട. നമുക്ക് റൂട്ട് കണ്ടതുകൊണ്ട് നമുക്കറിയാം വർഗ്ഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് വർഗ്ഗമൂലം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ കുറച്ച് സ്ക്വയേഴ്സിനെ പറ്റി ആലോചിക്കാം. നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞതാണ് സ്ക്വയേഴ്സ് കാണാതെ പഠിക്കാൻ. 1ൻ്റെ സ്ക്വയർ 1 ആണ്. ഓക്കെ, 2ൻ്റെ സ്ക്വയർ 4 ആണ്. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25 എക്സെട്ര ഇങ്ങനെ പോകും. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ റൂട്ടിനകത്ത് വന്നേക്കുന്നത്, റൂട്ട് 2. അടുത്ത 4ൻ്റെ ഇരട്ടിയാണ് 8, 9ൻ്റെ ഇരട്ടിയാണ് 18, 16ൻ്റെ ഇരട്ടിയാണ് 32. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 25ൻ്റെ ഇരട്ടി. 25ൻ്റെ ഇരട്ടി 50. അപ്പോൾ റൂട്ട് 50 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് രണ്ടക്ക സംഖ്യകളിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ അക്കം നോക്കാം. അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാ? അവസാനത്തെ രണ്ടക്ക സംഖ്യ 99 ആണ്. 2 അക്കങ്ങളുള്ള ഏറ്റവും അവസാന സംഖ്യ 99 ആണ്. 99നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കറിയാം 99 ആണ് അവസാനത്തെ അക്കം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അവസാനത്തെ അക്കം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 99നെ 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണെന്ന് എനിക്ക് ഞാൻ വെട്ടിക്കളഞ്ഞ് എഴുതാൻ പോവുക. 3ൽ 1 3 3, ഇവിടെ ആണെങ്കിലോ 3 3 9, 3 3 9. അങ്ങനെ എനിക്ക് എത്ര കിട്ടി? അവസാനത്തെ അക്കമായ 99നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 33 കിട്ടി. ഇനി ഞാൻ 3ൻ്റെ ഗുണിതങ്ങൾ ആലോചിച്ച് നോക്കുക. 3ൻ്റെ ഗുണിതങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ 3 വരും, 6 വരും, 9 വരും, പിന്നെ അങ്ങോട്ട് രണ്ടക്ക സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം രണ്ടക്ക സംഖ്യയല്ല. 99 വരെ 33 3ൻ്റെ ഗുണിതങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 എണ്ണം രണ്ടക്ക സംഖ്യ അല്ല എങ്കിൽ രണ്ടക്ക സംഖ്യകളായ 3ൻ്റെ ഗുണിതങ്ങൾ ആരൊക്കെ ആയിരിക്കും? 30 നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ രണ്ടക്ക സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അവസാനത്തെ രണ്ടക്ക സംഖ്യ എടുക്കുക, 99. 99നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 33 കിട്ടും. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരക്ക സംഖ്യകൾ അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പം 3 6 9 3 എണ്ണം ഉണ്ട്. 33 3 കുറച്ചപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വ്യക്തി 600 മീറ്റർ നീളമുള്ള തെരുവ് 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ അവൻ്റെ വേഗത എത്രയാണ്? 7ാം ക്ലാസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. 7ാം ക്ലാസ്സിലെ SCRT നിന്ന് PSC ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കും. 7ാം ക്ലാസ്സിലെ വേഗ കണക്ക് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത്. അപ്പം ഒരു വ്യക്തി 600 മീറ്റർ, അപ്പോൾ ദൂരം എത്രയാണ്? 600 മീറ്റർ ആണല്ലേ, മീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തോളണേ. 600 മീറ്റർ സഞ്ചരിച്ചു. ഇനി സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ ദൂരം ബൈ സമയമാണ് വേഗത. ദൂരം ബൈ സമയമാണ് വേഗത. പക്ഷെ 5 മിനിറ്റിൽ കിടക്കുന്ന ആളെ എനിക്ക് മിനിറ്റിൽ വേണ്ട, സെക്കൻഡിൽ മതി. നമുക്കറിയാം 1 മിനിറ്റ് 60 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60. 5 × 60 എത്ര? 300. ഓക്കെ, 5 6 30, 300. അപ്പം 300, 600/300 ആണ് വേഗത മീറ്റർ പെർ സെക്കൻഡിൽ. കാരണം 600 മീറ്ററും 300 സെക്കൻഡും ആണല്ലോ. അപ്പോൾ ഞാനിത് ഡിവൈഡ് ചെയ്തു, 0 0 ഒക്കെ വെട്ടിക്കളഞ്ഞു. 6/3 എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഇനി നമ്മൾ വീഡിയോ സീരീസിൽ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണോ നിങ്ങൾ കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞു. 5/18 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമുക്ക് തിരിച്ചാണ് വേണ്ടത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം. അപ്പോൾ തിരിച്ചാക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? 2നെ 5/18 പകരം 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 18/5. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 2 × 18 ഡിവൈഡഡ് ബൈ 5 ആണ്. 2 × 18 എത്ര? 36. 36/5 വരും എനിക്ക്. 36/5. 36നെ എങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ 7 5 35 ശിഷ്ടം 1 വന്നു. അപ്പോൾ 7 പോയിന്റ് സംതിങ് ആണ് ഉത്തരം. അപ്പോഴേ എനിക്ക് എത്ര ഓപ്ഷൻ എന്ന് കിട്ടി? 7.2 ആണെന്ന് കിട്ടി. പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 0.2 എന്ന് കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. എന്തായാലും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ദൂരം ബൈ സമയം ചെയ്യുക. സമയത്തെ സെക്കൻഡ് ആക്കി ദൂരം ബൈ സമയം ചെയ്യുക. മീറ്റർ പെർ സെക്കൻഡിൽ 2 എന്ന് ഉത്തരം കിട്ടും. ഇനി ആ 2നെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ × 18/5
100/5 ഗുണിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കൂൾ പദ്ധതി, എ എന്ന് പറയുന്ന ആൾ സ്കൂൾ പദ്ധതി, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നതാണ്, സ്കൂൾ പ്രോജക്റ്റ് എന്നാണ് കേട്ടോ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന ആൾ ഒരു സ്കൂൾ പ്രോജക്റ്റ് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ആ 20 നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, ഇനി എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമത ആർക്കുണ്ട്? ബിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമത. ഓക്കെ, അപ്പോൾ 125 ആണ് എയേക്കാൾ ബിക്ക് കാര്യക്ഷമത. കാരണം എ എന്ന് പറയുന്ന ആൾ 100%, എപ്പോഴും 100% ആ ഒരു ഫിക്സഡ് നമ്പറാണ്, അതിനേക്കാൾ 25 കൂടുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 125% ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, ആരുടെ 125% 20 എന്നറിയണം. ഓക്കെ, 125 എവിടെ നിന്ന് വന്ന് മനസ്സിലായല്ലോ, ഈ 25 കൂടുതലായതുകൊണ്ട് 100നോട് 25 കൂട്ടി, കുറവായിരുന്നെങ്കിലോ 100ൽ നിന്ന് 25 കുറച്ചേനെ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 100 + 25 125 കിട്ടി. എനിക്കിനി അറിയേണ്ടത് ഏത് സംഖ്യയുടെ 125% 20 അത് വളരെ സിമ്പിളാണ്. ഞാൻ കണ്ടുപിടിക്കാൻ പോവുക, 20 ഇൻറ്റു ഏത് സംഖ്യയുടെ ആണെന്ന് അറിയാനായിട്ട് 100/125 ചെയ്യുക. 100/125, ഏത് സംഖ്യയുടെ 125% 20 എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ 100/125 ചെയ്യുന്നു. ഇനി നമുക്കിത് വെട്ടിക്കളയാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ 5 കൊണ്ട് വെട്ടുവാണ്. എത്ര 5 125? 25 5 125. 25 100 എന്ന് പറയുന്നത്. ഓക്കെ, 25ഉം 20ഉം കിട്ടി. ഇനി ഞാൻ വീണ്ടും 5 കൊണ്ട് വെട്ടുക. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് ആദ്യമേ 25 ഉണ്ടെങ്കിൽ വെട്ടായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. 5 5 25, മേളിൽ 4 5 20. ഈ 5ഉം 20ഉം വെട്ടി, 20 വെട്ടുമ്പോൾ എത്ര കിട്ടും? 4 5 20. അപ്പോൾ 4 × 4 നമുക്ക് ഉത്തരം കിട്ടുന്നത് 16 ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, എനിക്ക് എത്ര വേണ്ടത്? 20 ഇൻറ്റു 100/125 ആണ്. 100/125. ഞാൻ വേണമെങ്കിൽ മേളിലും താഴെ 25 കൊണ്ടും ക്യാൻസൽ ചെയ്യുന്നു. താഴെ എന്ന് പറയുന്നത് 5 × 25 125. മേളിലെന്ന് പറയുന്നത് 4 × 125 100. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 20 × 4/5. ഇനി വെട്ടി ചെയ്യാൻ വയ്യെന്നുണ്ടെങ്കിൽ 20 × 4 80. 80/5 ചെയ്താലും എത്ര കിട്ടും? 16 ഉത്തരം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യനാണ്. 48,000 രൂപ ഒരു വർഷത്തേക്ക് 8% നിരക്കിൽ അർദ്ധവാർഷികം കൂട്ടിച്ചേർക്കുമ്പോൾ രൂപയുടെ 48,000 രൂപയുടെ കൂട്ടുപലിശ കണ്ടെത്തുക. ഓക്കെ, കൂട്ടുപലിശയാണ്. നമ്മളിപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും UP ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചിലപ്പോഴൊക്കെ 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ വരാറുണ്ടെങ്കിലും UP ലെവലാണ് കൂടുതലും വരാറുള്ളത്. പക്ഷേ ഇത് 8ാം ക്ലാസ് ലെവലിലൊരു ക്വസ്റ്റ്യനാണ്. 8ാം ക്ലാസ്സിലെ മണി മാത്ത് എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, 48,000 രൂപയ്ക്ക് കൂട്ടുപലിശയാണ് വേണ്ടത്. കൂട്ടുപലിശയ്ക്ക് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. A = P × 1 + R/100 ഇങ്ങനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ ഇക്വേഷൻ പഠിക്കുന്നില്ല. നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അർദ്ധവാർഷികമാണ്, പകുതി, ഒരു വർഷത്തിൻ്റെ പകുതി. അപ്പോൾ നിങ്ങൾ ശതമാനത്തിനെ ആദ്യം പകുതിയാക്കുക. 8% പകുതി എന്ന് പറയുന്നത് ആരായിരിക്കും? 4% ആയിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 6 മാസത്തെ പലിശ നമുക്ക് കണ്ടുപിടിക്കാം. 48,000 രൂപയ്ക്ക് ആദ്യത്തെ 6 മാസത്തെ, മൊത്തം നമുക്ക് ഒരു വർഷമാണ് വേണ്ടത്, ആദ്യത്തെ 6 മാസത്തെ പലിശ കണ്ടുപിടിക്കാം. അതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, 48,000ൻ്റെ 4% കണ്ടുപിടിക്കുക. 48,000ൻ്റെ 4% കണ്ടുപിടിക്കാൻ 48,000 × 4/100. 0 വെട്ടി 0 വെട്ടി എനിക്ക് എത്ര കിട്ടി? 480 × 4 എന്ന് കിട്ടി. 480 × 4 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1920 കിട്ടും. അപ്പം 48,000ന് 4% കണ്ടുപിടിച്ചു. 48,000 × 4/100. 0 വെട്ടി ഉത്തരം നിങ്ങൾക്ക് 1920 കിട്ടി. ഓക്കെ ആണേ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ 1920 നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന 1920 എന്ന് പറയുന്നത് 6 മാസത്തെ പലിശയാണല്ലോ. ഈ 6 മാസത്തെ പലിശ തന്നെ വീണ്ടും കാണും 1920 പ്ലസ് ഇത് കൂട്ടുപലിശ ആയതുകൊണ്ട് ഉള്ളൊരു പ്രത്യേകതയുണ്ട്. കൂട്ടുപലിശ ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? കൂട്ടുപലിശ ആയതുകൊണ്ട് ആദ്യത്തെ 6 മാസത്തെ പലിശയുടെ പലിശ കൂടി രണ്ടാമത്തെ 6 മാസം കൊടുക്കേണ്ടി വരും. ഓക്കെ, അർദ്ധവാർഷിക കൂട്ടുപലിശ ആയതുകൊണ്ട് ആദ്യത്തെ 6 മാസത്തെ പലിശയുടെ പലിശ കൂടി കൊടുക്കേണ്ടി വരും. പലിശയുടെ പലിശയാണല്ലോ കൂട്ടുപലിശ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പലിശ നിരക്ക് നമ്മളിപ്പോൾ പകുതി എടുത്തതുകൊണ്ട് 4 ആണ്. അപ്പോൾ 1920ൻ്റെ 4% കൂടി ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 0 വെട്ടിപ്പോയേ. ഇനി 192 × 4/10 ആണ്. 192 × 4 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 768 കിട്ടും. സോ 768 ÷ 10. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? 768 അതുപോലെ എഴുതുക. താഴെ 1ൻ്റെ കൂടെ ഒരു 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക.
അപ്പോൾ 76.8 ആണ് ഉത്തരം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ആദ്യം കിട്ടിയത് എന്താ? ആദ്യത്തെ 6 മാസത്തെ പലിശ എന്ന് പറയുന്നത് 1920 ആയിരുന്നു. അടുത്ത 6 മാസത്തെ പലിശ 1920 ആയിരിക്കും. പ്ലസ് 1920ൻ്റെ പലിശ കൂടി കൂട്ടണം. അതുകൊണ്ട് 1920ൻ്റെ 4% കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? 768 ഡിവൈഡഡ് ബൈ 10 കിട്ടുന്നു. പോയിന്റ് ആക്കുമ്പോൾ 76.8 എന്ന് കിട്ടും. 76.8 എന്ന് കിട്ടും. അപ്പോൾ 1920 പ്ലസ് 1920 പ്ലസ് 76.8 നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. 76.8 ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ഇത് കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.8 ആദ്യം വരും, പിന്നെ 0 6 കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. ബാക്കി ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ നോക്കി ഈ ഓപ്ഷനിനകത്ത് 6.8 വരുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഓക്കെ, 6.8 വരുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര ആയിരിക്കും? ഇതായിരിക്കും ഉത്തരം, 3916.8. ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. 1920 പ്ലസ് 1920 പ്ലസ് 76.8. അപ്പോൾ ലാസ്റ്റ് എന്തായാലും 6.8 ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ നോക്കി എത്ര പറഞ്ഞു? ഓപ്ഷൻ നോക്കി 3916 × 8 പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ്? ഓക്കെ, 8 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ പലിശയാക്കി നോക്കുക. പരിപാടി കഴിഞ്ഞു. 8 രൂപയെ പലിശയാക്കി കഴിഞ്ഞാൽ 1 രൂപ 100 പൈസയാണ്. അപ്പോൾ 8 രൂപ 800 പൈസ. 800:80 എന്ന് വരും. 0 0 വെട്ടിക്കഴിഞ്ഞാൽ 80:8. നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 10:1 എന്ന് വരും. സോ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 10:1 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമീറ 3.5 കിലോ ആപ്പിളും 4.25 കിലോ ഓറഞ്ചും വാങ്ങി. അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? ഞാൻ മനഃപൂർവ്വം 3.5 4.25 എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ 1/2നെ അരയെന്നും 3/4നെ മുക്കാലെന്നും വിളിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത് കൂട്ടാൻ എളുപ്പമാണ്. 3 4 കൂട്ടിയാൽ എത്ര? 3 4 കൂട്ടിയാൽ 7. അരയും മുക്കാലും കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം. അരയും മുക്കാലും കൂട്ടിയാൽ എന്തായാലും 1.5 ആയിരിക്കും അല്ലേ? അരയും 1, പിന്നെ ഒരു കാലോടെ വരും. അരയും മുക്കാലോടെ കൂട്ടിയാൽ 1.5. അപ്പോൾ 7ഉം 1.5യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. 8.5 ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 cm² ആണെങ്കിൽ ഡയഗണലുകളിൽ ഒന്ന് 16 cm ആണ്. മറ്റേ ഡയഗണൽ എത്ര? മറ്റേ വികർണം എത്ര? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ടാണ് കറക്റ്റ് ഡയഗണൽ തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സംഭവം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. റോംബസിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഡയഗണലുകളെയും ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഡയഗണൽ 2 പേരുണ്ടെങ്കിൽ ആ 2നെയും ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇങ്ങനെയാണ് റോംബസിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, മറ്റേ ഡയഗണൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ 240. ഇനി നിങ്ങൾ നേരത്തെ പരിപാടി ആലോചിച്ച് നോക്കിയേ. 2 ഡയഗണലിൽ ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കൂലായിരുന്നോ? അപ്പോഴല്ലേ എനിക്ക് 240 കിട്ടുന്നത്, ഏരിയ വിസ്തീർണം കിട്ടുന്നത്. അപ്പോൾ പകുതി എടുത്തതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, എതിരായിട്ട് നമ്മൾ × 2 ചെയ്യുക. ഇനി നമുക്ക് തന്നേക്കുന്ന ഒരു ഡയഗണലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 16. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന വിസ്തീർണം എടുത്ത് എഴുതുക 240, അതിൻ്റെ ഇരട്ടി എടുക്കുക, ഒരു ഡയഗണലോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 16 2 കിട്ടിയല്ലോ. ഞാൻ 2ഉം 16ഉം കൊണ്ട് വെട്ടി. 1 2 2, 8 2 16. ഇനി 8നെയും 240നെയും വെട്ടാം. 1 8 8, ഇവിടെ എത്ര വരും? 3 8 24, 30 കിട്ടി. സോ 240 × 2/16 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 30 കിട്ടും. സോ 30 ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഭിന്ന രൂപങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അതായത് ഭിന്നസംഖ്യയിലെ മേളിലത്തെ ആൾ നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്നും താഴത്തെ ആൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന നമ്പർ വലുതാകും തോറും ഭിന്നസംഖ്യ വലുതാകും. മുകളിൽ കിടക്കുന്ന നമ്പറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വലുതാകുമ്പോൾ ഭിന്നസംഖ്യ വലുതാവും. മുകളിൽ കിടക്കുന്ന നമ്പർ ചെറുതാവും തോറും ഭിന്നസംഖ്യ ചെറുതാകും. ഓക്കെ, ഇനി താഴെ കിടക്കുന്ന നമ്പറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡിനോമിനേറ്റർ വലുതാകും തോറും ഭിന്നസംഖ്യ ചെറുതായി വരും. ഡിനോമിനേറ്റർ ചെറുതാകും തോറും ഭിന്നസംഖ്യ വലുതായി വലുതായി വരും. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കേക്കിനെ 100 മുറിച്ചതിൽ ഒരു ഭാഗമായിരിക്കുമോ 2 മുറിച്ചതിൽ ഒരു ഭാഗമായിരിക്കുമോ വലുത്? 2 മുറിച്ചതിൽ ഒരു ഭാഗമായിരിക്കത്തില്ലേ? കാരണം മുറിക്കുന്ന എണ്ണം ചെറുതാകും തോറും ആ ഫ്രാക്ഷൻ വലുതാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു കേക്ക് വെച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇപ്പോൾ ഒരു കേക്കിനകത്ത് അല്ലെങ്കിൽ കേക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം 6 മുറിച്ചതിൽ 11 എണ്ണം, അങ്ങനെ ഒരു സംഭവം കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. 10 മുറിച്ചതിൽ 11 എണ്ണം, 7 മുറിച്ചതിൽ 11 എണ്ണം, 9 മുറിച്ചതിൽ 11 എണ്ണം. അതിലേതായിരിക്കും ഏറ്റവും ചെറിയ ഒരു പാർട്ട് എന്ന് പറയുന്നത്? 10 മുറിച്ച കേക്കിൻ്റെ 10 മുറിച്ച കേക്കിൻ്റെ അതുപോലത്തെ 11 പീസുകൾ എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 11/10 ഏറ്റവും ചെറുത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മേളിലെ നമ്പർ സെയിം ആണെങ്കിൽ താഴെ വരുന്ന ഏറ്റവും വലിയ നമ്പർ ആരാണോ ആ നമ്പറാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി താഴെ വരുന്ന ഏറ്റവും ചെറുത്, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഏറ്റവും വലിയ ഭിന്നസംഖ്യ താഴെ വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണ്.
കൺഫ്യൂഷൻ വരരുതേ. ഇനി ഇതേപോലെ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്, അതിലും കൺഫ്യൂഷൻ വരാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ചോദ്യം ഇത് തന്നെയാണ്, താഴെ പറയുന്ന ഭിന്നരൂപങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്. എന്നിട്ട് ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്, 9/11, 7/11 മുകളിലാണ്, അതായത് ഇങ്ങനെ ഈ ഒരു 9/11, അടുത്ത 7/11, 10/11, 6/11. ഇതിലേതായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ? അപ്പോൾ താഴത്തെ ആൾക്കാരെല്ലാം സെയിം ആണ്, മുകളിൽ കിടക്കുന്ന ആൾ ചെറിയതാവുമ്പോഴാണ് ഈ ഭിന്നസംഖ്യ ചെറുതാവുന്നത്. അപ്പോൾ 6/11 ആയിരുന്നതിന് ഉത്തരം. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, അതിൽ GST 12% ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില എത്രയായിരുന്നു? അപ്പോൾ ഈ സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എത്രയോ രൂപയാണ്. ഓക്കെ, ആ രൂപയുടെ കൂടെ 12% കൂടെ കൂട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 100% ആയിരിക്കും, ടോട്ടൽ 100%. അതിൻ്റെ കൂടെയാണ് 12 കൂട്ടിയത്. അപ്പോൾ അവൻ എത്ര ആയി? 112%. എത്രയോ ആയിരുന്ന പൈസ, അതാണ് ഞാൻ ഡാഷ് ഇട്ടേക്കുന്നത്, ആ ഡാഷിൻ്റെ 112% അയാൾ വാങ്ങി 784. അങ്ങനെയാണെങ്കിൽ ആ ഡാഷ് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, ഏത് സംഖ്യയുടെ 112% 784 എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 784 എടുത്തിട്ട് ഇൻറ്റു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കേ, 100/112 ഗുണിക്കണം. ഓക്കെ, ശതമാനം കണ്ടുപിടിക്കാൻ ബൈ 100 ആണെങ്കിൽ ഏത് സംഖ്യയുടെ ശതമാനമാണ് അതെന്നറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 100/ആനം ആ ശതമാനം ഗുണിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും വെട്ടി ചെറുതാക്കാൻ പറ്റുന്നൊരു ചോദ്യമായിരിക്കും ഇതിനകത്തുള്ളത്. കാരണം ഇവിടെ പോയിന്റ് ഒന്നും വരാത്ത ഒരു ഉത്തരമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 112നെ 7 കൊണ്ട് ഗുണിച്ചാൽ 784 കിട്ടും. അപ്പോൾ 112നെയും 784നെയും വെട്ടി ഞാൻ എത്ര എഴുതി? 7 എഴുതി. 7 × 100 ഉത്തരം എത്ര? 700 ആണ് ഉത്തരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 10 ചോദ്യങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിലും ഇതുപോലത്തെ 100 ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ പോകുന്നത്. ചെയ്യാൻ നേരത്ത് കുറച്ച് സമയം മതി, പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്താണ് കുറച്ചുകൂടെ കൂടുതൽ സമയം വേണ്ടി വരുന്നത്. എന്തായാലും കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.